ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ ഡെയിലി വ്ളോഗ്സാണ് ഇടുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ പോലത്തെ വീഡിയോസാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വാട്ടായിട്ടിൻ്റെ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായി വാട്ടായിട്ടിൻ്റെ ഡേ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേയിൽ ഞാൻ ഇന്നൊരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നത് നോക്കാം. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വാട്ടായിട്ടിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് പുട്ടും പുഴുങ്ങിയരച്ച. എല്ലാ സൺഡേയിലും പുട്ടും പുഴുങ്ങിയരച്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പുഴുങ്ങിയിറച്ചി എന്നുള്ള സാധനം ട്രൈ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിക്ക ആൾക്കാരും തന്നെ ഇറച്ചി കറി വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് അവർ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ പുട്ടിൻ്റെ കൂടെ പുഴുങ്ങിയിറച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അത് നല്ല വെന്ത ഇറച്ചിയായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ഇറച്ചിയായിരുന്നു. അപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും കിട്ടുന്നത് പുഴുങ്ങിയിറച്ചി. പക്ഷേ പുഴുങ്ങിയിറച്ചിയല്ല, കിട്ടുന്ന ഇറച്ചി നല്ല സോഫ്റ്റ് ഇറച്ചിയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഈ പുട്ട് തിന്നാനുണ്ടല്ലോ ശരിക്കും നല്ല അടിപൊളിയാണ്. അതെല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പിലും എന്തറിച്ചി എന്നൊക്കെ പറയൂ ഇതിന്. അത് ഒരിടക്ക് ഒരു ട്രെൻഡ് പോലെ ഞാൻ ഇങ്ങനെ മൊബൈലിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് സൺഡേ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാ സൺഡേയിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും പുഴുങ്ങിയിറച്ചിയാണ്. അപ്പോൾ അത് രാവിലെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു പാൽച്ചായയും കൂടി കുടിക്കുകയാണെന്നാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് പാൽച്ചായനോട് പൊതുവേ അധികം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ പാൽച്ചായ വേണമെന്നൊക്കെയുള്ള നിർബന്ധമൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ചേട്ടൻ അതും റെഡി ആവാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്തു, എന്തായാലും വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് റെഡിയായി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അതാകുമ്പോൾ കുറച്ച് മെനയും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പുഴുങ്ങിയിറച്ചി കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന് ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഡ്രസ്സൊക്കെ എടുത്തു. ഒരു 3-4 കടകളിലൊക്കെ കയറിയിട്ടാണ് ലാസ്റ്റ് അതിന് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 2:45-3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10-10:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ തിരിച്ച് വന്ന വഴി ഞങ്ങൾ ഒരു ഷെയ്ക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി കയറിയിട്ട് ചേട്ടൻ ആദ്യം ഫ്രൂട്ട് സലാഡ് പറഞ്ഞു. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ചേട്ടൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും ഫ്രൂട്ട് സലാഡ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഫ്രൂട്ട് സലാഡ് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് പൊതുവേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിവി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ തന്നെ ഡ്രൈ ചെയ്തതുണ്ടല്ലോ, അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷേ ഇതാണെങ്കിൽ അത് നിറച്ചിങ്ങനെ വെതറിയിട്ടേക്കുമായിരുന്നു. അതും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അവരിട്ടേച്ച ഐസ്ക്രീം ആണെങ്കിലും ആ ഫ്ലേവറും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ചേട്ടയുടെ ആണെങ്കിൽ വാനിലയുടെ ഐസ്ക്രീമായിരുന്നു അവരിട്ടേച്ചത്. പക്ഷേ എനിക്ക് ഇട്ടേച്ച വേറെ ഏതോ ഫ്ലേവറായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ കയറിയിട്ട് എനിക്കൊരു കുന്തവും കഴിക്കാൻ തോന്നുന്നുണ്ടായില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തോണ്ടി കഴിച്ചു. കാരണം പറഞ്ഞിട്ട് കാരണം ഞാനായിട്ട് നിർബന്ധിച്ച് കയറ്റിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പരാതി പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കണക്കിന് ഐസ്ക്രീം അത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ തോണ്ടി തിന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദൂനും കൊടുത്തു. എൻ്റെ മുഖത്താണെങ്കിലും വലിയ സന്തോഷമൊന്നും വരുന്നില്ല. സാധാരണ എനിക്ക് ഐസ്ക്രീം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് മോൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനപ്പോൾ ദൈവമേ ഷാർജ ഷെയ്ക്ക് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഞാൻ സ്ഥിരം പോയി കഴിഞ്ഞാൽ ഞാൻ ഷാർജ ഷെയ്ക്കാണ് എപ്പോഴും പറയാറ്. എനിക്ക് ആ ഷാർജ ഷെയ്ക്ക് കുടിക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു ആദ്യം ഷെയ്ക്ക് പറയാം. പിന്നെ ഇയാൾ ഫ്രൂട്ട്സ് സലാഡ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, എൻ്റെത് ചേട്ടൻ കൊടുത്തിട്ട് ചേട്ടൻ്റെ ഞാൻ വാങ്ങിച്ചു. അത് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്ഥിരമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടയുടേത് വാനില ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോഴേക്കും എനിക്ക് മുഖത്ത് ഇച്ചിരി കൂടി സന്തോഷമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചേട്ടയുടെ എക്സ്ചേഞ്ച് ചെയ്തു. എൻ്റെ ഫ്രൂട്ട് സലാഡ് ചേട്ടൻ കൊടുത്തിട്ട് ചേട്ടയുടെ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അതിന് കുറച്ച് കൊടുത്തു. അതിനാണെങ്കിലും പക്ഷേ അവൻ ഫ്രൂട്ട്സ് ഐസ്ക്രീമിൻ്റെ കൂടെ കൊടുത്തിട്ട് അവൻ ഫ്രൂട്ട്സ് കഴിച്ചില്ല. അവൻ ഐസ്ക്രീമിൻ്റെത് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമിൻ്റെതാണ് അവന് കൊടുത്തത്. അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ലഞ്ച് കഴിച്ചില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചേ ഇല്ല. ഞാനൊരു വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറും ഇറച്ചിക്കറിയും അത് ഉച്ചക്ക് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ പോയിട്ടൊക്കെ വന്നതിൻ്റെ ശരിക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയപ്പോഴേക്കും. ആ വെയിലൊക്കെ കൊണ്ട് പോയിട്ട് നല്ല തലവേദന എടുത്താണ് വന്നപ്പോഴത്തേനും തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ ആ ഉണക്കമീനിൻ്റെ കൂടെ ആ ഇറച്ചിയും അതേപോലെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി വെച്ചിട്ട് കുഴച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു കാര്യം തന്നെ.
പിന്നെ എന്തൊക്കെ നമ്മൾ എവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് തിന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അത് എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് അറിയില്ല. ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ദിവസത്തേക്ക് മാക്സിമം, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലാണ്ട് എനിക്ക് ചോറ് തിന്നില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്ന വഴിക്ക് ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചോളം വേണമെന്ന് പറഞ്ഞിട്ട് ചോളം വാങ്ങിച്ചു. അപ്പോൾ അത് പിന്നെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് അത് നല്ലോണം ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തു. അപ്പോൾ വെള്ളം ഒഴിച്ചില്ല, പകരം ആവി ഏറ്റ് പുഴുങ്ങിയെടുത്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞാൻ ആ ചോളമാണ് കഴിച്ചത്. പിന്നെ ഡിന്നറായിട്ട് പിന്നെ വേറെ ഒന്നും സാധനം കഴിച്ചില്ല. അതിൻ്റെ പൊക്കത്ത് കുറച്ച് ഉപ്പും കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി വിതറിയിട്ട് കഴിച്ചപ്പോഴേക്കും ശരിക്കും നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഒരു ഡിന്നറായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചോളം കട കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം.